വേടൻ്റെ പ്രോഗ്രാമിലേക്ക് ഇത്രയധികം ആളുകൾ ആർത്തിരമ്പി വരുന്നത് പേഴ്സണലി സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം ഈ ഒരു റാപ്പുമായി നമ്മുടെയൊക്കെ വേദികളിലേക്ക് വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കടുത്ത ഡിസ്ക്രിമിനേഷൻ, കടുത്ത സൈബർ അറ്റാക്ക് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ വളരെ മോശമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു ഫൈറ്റ്, ഈ സൊസൈറ്റിയോടുള്ള അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ആർത്തിരമ്പുന്ന മനുഷ്യന്മാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മൂർച്ചയുള്ള വാക്കുകൾ കേൾക്കാൻ വേണ്ടി അത്രയധികം ആളുകൾ അതിനെ നെഞ്ചിലേക്ക് എടുത്ത് കേൾക്കാൻ വേണ്ടി വരുന്നു എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ തെളിവാണ്. എന്നാൽ ഈ തിരുവനന്തപുരത്ത് നടന്ന പ്രോഗ്രാമിലെ ആളുകളുടെ പൗരബോധവുമായി ബന്ധപ്പെട്ട കുറേയധികം വിമർശനങ്ങൾ കാര്യമുള്ളത് തന്നെയാണ്. ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷനൊക്കെ ഉള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ വേടൻ്റെ പ്രോഗ്രാം ഒരിടത്ത് നടക്കുന്നു, അപ്പം വേടൻ്റെ പ്രോഗ്രാം അവിടെ നടക്കുന്നു, നമുക്കത് കാണാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ കടുത്ത ജനത്തിരക്കാണ്. അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ വരെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൾക്കൂട്ടം അതിഭീകരമാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുക്കേണ്ട മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എന്താണ്? നമ്മളുടെ ആരോഗ്യം, നമ്മുടെ ജീവൻ, നമ്മുടെ കൂടെയുള്ള ആളുകളുടെ സുരക്ഷ, അതിനെ മുൻനിർത്തി നമ്മൾ അതിന് പോകുന്നില്ല. പിന്നീട് സേഫായിട്ട് പോകാനായിട്ടുള്ള ഒരു അവസരത്തിൽ പോവുക. പക്ഷേ ഇന്നത്തെ കാലത്തെ ഒരു കൂട്ടം ആളുകൾക്ക് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൊണ്ടൊക്കെയുള്ള മെയിനായിട്ടുള്ളൊരു സംഗതിയാണ്. പോവാതിരിക്കാൻ പറ്റില്ല. കാരണം അത് മിസ് ചെയ്തു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര മോശം താൻ ചെയ്തു എന്നുള്ളൊരു ചിന്തയാണ്. അയ്യോ, തിരുവനന്തപുരത്ത് വേടൻ വന്നിട്ട് തിരുവനന്തപുരത്തുള്ള ഞാൻ, അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഞാൻ, അല്ലെങ്കിൽ അങ്ങ് കന്യാകുമാരിയിലുള്ള ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? ആളുകളൊന്നും വിചാരിക്കില്ല. പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. പക്ഷേ എന്തോ ഒരു പേടിയാണ്. അതേപോലെ തന്നെ ആ ഒരു വേദിയിൽ ചെല്ലുന്നു, അദ്ദേഹം പാട്ടാണ് പാടുന്നത്, കേൾക്കാം, പുറത്തുനിന്ന് വേണമെങ്കിലും കേൾക്കാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിർവൃതി അടയാം. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കണ്ട് കേൾക്കണം. അതിനുവേണ്ടി ജീവൻ പണയം വെച്ച് ഒരു കെട്ടിടത്തിൻ്റെ മണ്ടയിലേക്ക്, ഓടിട്ട ഒരു കെട്ടിടത്തിൻ്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറുകയാണ്. ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ബാക്കിയുള്ള ആളുകൾക്ക് കിട്ടാത്ത എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി വലിഞ്ഞു കയറുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഓട് മാറാനായിട്ട് ഈ വലിഞ്ഞു കയറിയ രണ്ടവന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ അവന്മാർ വരില്ല, പേടിയാണ്. പക്ഷെ ആ ഒരു ആൾക്കൂട്ടത്തിൽ, എരമ്പുന്ന ആൾക്കൂട്ടത്തിൽ മറ്റൊരാൾക്ക് കിട്ടാത്ത ഒരു അവസരം തനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറുകയാണ്, ജീവൻ പണയപ്പെടുത്തുകയാണ്. ആ ഒരു പ്രോഗ്രാം പാതി വഴിക്ക് നിർത്തേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ചില ആളുകൾ പവർ യൂണിറ്റിൻ്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറിയിരിക്കുന്നത് കണ്ടു. ചില ആളുകൾ എടുത്ത് പൊക്കുന്നു. അതേപോലെ തകിട് ഷീറ്റുകൾ, മറകൾ, അതിൻ്റെ മുകളിൽ കൂടെ വലിഞ്ഞു കയറി അത് മറച്ചിടുന്നു. ഈ തകിട് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള എഡ്ജുള്ള സംഭവമാണ്. വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നത്, കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ആൾക്കൂട്ടം, ആർത്തരുമെന്ന ആൾക്കൂട്ടം ഒരു പ്രോഗ്രാം മിസ്സാവുമോ എന്നുള്ള പേടിയുടെ സാഹചര്യത്തിൽ അതിൻ്റെ മണ്ടയിലേക്കൊക്കെ വലിഞ്ഞു കയറുകയാണ്. എന്ത് മോശമായിട്ടുള്ള ഒരു സിവിക് സെൻസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വാല്യൂ ഇല്ലാത്ത ഒന്നെന്ന് പറയുന്നത് മനുഷ്യജീവനാണ്. ഏറ്റവും മോശം ക്വാളിറ്റി ഓഫ് ലൈഫുള്ള, ഏറ്റവും ലോ ക്ലാസ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ജീവനേക്കാളേറെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവർക്ക് വേടൻ്റെ പ്രോഗ്രാമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അല്ലാതെ കിടപ്പായി പോകുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ഈ ആളുകളായിട്ട് ഇടപെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്ക ആൾക്കും മര്യാദയില്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഓട്ടോക്കാരൻ, എനിക്ക് എപ്പം ദേഷ്യം വരും. മീറ്റർ ഇടൂല. എനിക്ക് പൈസ കൊടുക്കുന്ന പ്രശ്നമല്ല, മീറ്റർ ഇടേണ്ട പ്രശ്നം. പബ്ലിക് സ്പേസിൽ, ഓഫീസിൽ പോലെ, ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും മര്യാദയ്ക്ക് സംസാരിക്കില്ല. ബസ് കയറി കഴിഞ്ഞാലേ ആൾക്കാർ മര്യാദയില്ല. ബസ്സുകാരില്ല, മീൻസ് വണ്ടിയിലോട് കയറാറില്ല. അങ്ങനെ പൊതുവിടങ്ങളിൽ ഇപ്പൊ എവിടെ കഴിഞ്ഞാലും ആളുകളായിട്ട് ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പെട്രോൾ പമ്പ്, അപ്പൊ പെട്രോൾ പമ്പിൽ വരെ മര്യാദയില്ലാത്ത ആൾക്കാർ. ഡ്രൈവിംഗ് ഭയങ്കര പ്രശ്നം. അശ്വന്ത് വോക്കിൻ്റെ ഒരു ഇൻ്റർവ്യൂ ബൈജു നായരുടെ ചാനലിൽ കിടപ്പുണ്ട്. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു നിരൂപകനാണ് അശ്വന്ത് വോക്ക്. നിരൂപകൻ എന്ന് ഞാൻ നിസ്സംശയം പറയും. കാരണം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സിനിമ നിരൂപണം നടത്താറുണ്ട്. ഒരു കാലത്ത് ഞാനും റിവ്യൂ ഒക്കെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ ഫാൻ ഫൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ബോറടിക്കുന്ന ഈ ഒരു പരിപാടി. ഒരു സിനിമയെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ല, നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോഴേ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇന്ന ആളുടെ ഫാൻ ആയതുകൊണ്ടാണെന്ന് പറയും. അടുത്ത സിനിമ വരുമ്പോഴത്തേനും മാറ്റി പറയും. ഒരു നിലവാരമില്ലാത്തവന്മാരുടെ ഇടമായിട്ട് ഈ സിനിമാ നിരൂപണങ്ങളുടെ കമൻറ്റ് ബോക്സ് മാറാറുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. അശ്വന്ത് വോക്ക് പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മര്യാദയില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത് എൻ്റെ കോട്ടയം ജില്ലയിൽ തന്നെയാണ്. കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു സർവീസാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ചിന്ത അവർക്കില്ല. അവർ വേണമെങ്കിൽ ചെയ്തു തരാം, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, സമയമില്ല, അടയ്ക്കാൻ വേണ്ടി പോവുക എന്നൊക്കെ അങ്ങ് പറഞ്ഞു കളയും. എന്നാൽ അവൻ അതുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും അവനില്ല. എപ്പോൾ ചോദിച്ചാലും നെഗറ്റീവ് വർത്തമാനം. കച്ചവടമുണ്ടോ? കച്ചവടമൊന്നുമില്ല, ആ മൊത്തത്തിൽ മടുപ്പ. ഇവൻ്റെ മോന്താണ്ട ഒരുത്തിന് അങ്ങടേക്ക് കയറില്ല. എനിക്ക് ഏറ്റവും നല്ല കസ്റ്റമർ സർവീസ് കിട്ടിയിട്ടുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. പല ആളുകൾ എപ്പോഴും കുറ്റം പറയുന്ന ഒരു ഏരിയയാണ് തിരുവനന്തപുരം. പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന വർഷങ്ങളിലൊക്കെ ഇപ്പോഴും തിരുവനന്തപുരമായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. വൈഫ് അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പൊതുവായിട്ട് പർച്ചേസും സർവീസും ഒക്കെ എടുക്കുന്ന ഇടം. അപ്പോൾ അവിടെ
ഒരു 10 രൂപയുടെ സർവീസ് ഒരാൾ നമുക്ക് ചെയ്തു തന്നാലും, ഞാൻ അധിവസിക്കുന്നത് ആ ശ്രീകാര്യം, ഉള്ളൂർ, ആ ഒരു മേഖലയിലേക്കാണ്, കേശവദാസപുരം, പട്ടം, അവിടെയുള്ള കടകളിലെ ആളുകൾ, ബാക്കിയുള്ള ആളുകളൊക്കെ ഒരു 10 രൂപയുടെ സേവനം ചെയ്തു തരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നല്ല രീതിയിൽ ചിരിക്കെങ്കിലും ചെയ്യും. എല്ലാ ആൾക്കാരും ചിരിച്ചുകൊണ്ട് ഇടപെടും. കോട്ടയത്ത് ആ ഒരു ചിരി നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും ഭയങ്കര ഗ്ലൂമിയാണ്. ആളുകളുടെ ജീവിത നിലവാരം താഴുന്ന സമയത്ത് അവർ ഭയങ്കര ഈ തൃപ്തിയില്ലാത്തവരായി മാറും. ഓട്ടോക്കാർക്ക് പൊതുവെ, അതിപ്പം തിരുവനന്തപുരത്തും ചില ആളുകളുണ്ട്, പൊതുവെ തൃപ്തിയില്ലായ്മയുണ്ട്. എൻ്റെ ഫാദർ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സൈക്കോളജി എനിക്ക് കൃത്യമായിട്ട് തന്നെ അറിയാം. ഒരു താല്പര്യമില്ലാത്ത ഒരു ജീവിത രീതിയാണ് പല ആളുകളും പിന്തുടരുന്നത്. എൻ്റെ ഫാദർ അടക്കം വെച്ച് പുലർത്തിയിരുന്ന ഒരു രീതിയുണ്ട്. ഇവരാര് വിളിച്ചാലും ഒരിടത്തോട്ടും പോകത്തില്ല. ഇവരെ എയർപോർട്ടിലോട്ട് വിളിക്കാൻ പറ്റുമോ? എയർപോർട്ടോട്ടം വല്ല അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഇവർ ആരെ പ്രദേശത്താണ് അവിടെ കിടക്കുന്നത്? സർവീസ് ചെയ്യാൻ മടിയാണ്. നിങ്ങളൊരു പരിപാടിയായിട്ട് ഇറങ്ങുന്ന സമയത്ത് ആളുകളുടെ യാത്ര എന്ന് പറയുന്ന ആ ഒരു ആവശ്യത്തെ നിങ്ങൾ നിർവഹിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ സെലക്റ്റീവായിട്ട് അവിടോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, ഇവിടോട്ടാണെങ്കിൽ പോകാം എന്നൊക്കെ പറയുന്നത് എന്നാ ഒരു തോന്നിയാസാണ്. ഇന്നലെ ഒരു കാർന്ന് ഒരു സിഗ്നലിൽ വെച്ചിട്ട് വൻ ഷോ, അയാൾ വരുമ്പോഴത്തേന് എല്ലാവർക്കും എന്തുകൊണ്ട് മാറിക്കൂടാ എന്നുള്ള ചോദ്യമായിട്ട് അയാൾ ഇരപ്പിച്ചുകൊണ്ട് പോകുന്നു. നല്ല പൊളിയും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് തീരെ പറ്റാത്തത് കൊണ്ടാണ് ഈ ഊബറൊക്കെ വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മാറിയത്. ഓട്ടോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്, റേറ്റ് കുറച്ച് നമുക്ക് പോകാൻ പറ്റുന്ന സൗകര്യമുള്ളൊരു മാർഗ്ഗമായിരുന്നെന്നുണ്ടെങ്കിൽ ആളുകൾ ഇത്തിരി പൈസയും കൂടെ കൂടുതൽ കൊടുത്ത് ഊബർ വിളിക്കത്തില്ലല്ലോ. അവിടെ വെറുപ്പിച്ച് മണ്ടാരം അടയ്ക്കൊണ്ടാണ് വേറെ വഴി തേടുന്നത്. അപ്പോൾ ആ ഒരു ഊബർ ഡ്രൈവർമാർ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അവരെ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന ഇവന്മാരെന്തൊരു ഗുണ്ടായുസാണ്. ചില ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോക്കാരൊക്കെ ഓട്ടോയിൽ കയറുമ്പോൾ മീറ്റർ എടുത്തില്ല, 100 ന്യായങ്ങളാണ്. ഒടുക്കത്തെ മൈലേജ് ഉള്ള ഒരു സാധനമാണ് ഈ ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. നിസ്സാര വിലയ്ക്ക് ഒരു ബൈക്കിൻ്റെ വിലയ്ക്ക് വാങ്ങി ഡീസൽ അടിച്ച് നല്ല ബൈക്കിൻ്റെ മൈലേജിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനത്തിൻ്റെ കിലോമീറ്റർ ചാർജൊക്കെ നല്ല കൂടുതലുണ്ട്. എല്ലാ ജോലികൾക്കും തുച്ഛവേതനാണ് നമ്മുടെ നാട്ടിൽ. ഓട്ടോ ഓടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. കാരണം എല്ലാ ആളുകൾക്കും തുച്ഛവേതന. ഒരു കൂട്ടം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഈ തോന്നിയാസങ്ങളൊന്നും നമുക്ക് അംഗീകരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടുന്ന ചില ബസ് ടീമുകളുണ്ട്. അവന്മാരുടെ ആധിപത്യമാണ് റോഡിൽ. കാറുകാർ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നു, ഞങ്ങൾ ധൃതി വെച്ച് പോവുകയാണ്. എന്നാൽ അകത്തിരിക്കുന്ന ആൾക്കാരോടോ പുറത്ത് ഇവരുടെ സൈഡിൽ കൂടെ പോകുന്ന വണ്ടിക്കാരോടോ ഒരു തരത്തിലുള്ള ഒരു ബഹുമാനമില്ലാത്ത ടീമുകളാണ് പല ബസ്സുകാരും. കൊച്ചിക്കട വണ്ടി ഓടിക്കുന്ന സമയത്ത് തൃശ്ശൂർ, കോഴിക്കോട് റൂട്ടിലൊക്കെ പേടിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ആർക്ക് എന്തുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പറയുന്ന സേവനം ചെയ്യുന്നതെന്നുള്ളത് അറിയത്തില്ല. അതിനകത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു സുരക്ഷയില്ല, വഴികൂടെ പോകുന്ന ആളുകൾക്ക് ഒരു സുരക്ഷയില്ല. കഷ്ടപ്പാടും ദാരിദ്ര്യവും തന്നെ പറയുന്നു. കഷ്ടപ്പാടാണെങ്കിൽ നിർത്തിയിട്ട് പോടെ, ഗവൺമെൻറ് വല്ലതും വണ്ടി ഇടട്ടെ. ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും കേട്ടിട്ട് എങ്ങനെയാണ് പ്രൈവറ്റ് ബസ് ഓണേഴ്സിൽ പല ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത്? ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉള്ളതുകൊണ്ട് നമ്മുടെ ജീവന് വിലയില്ലാതെ വഴികൾ ഓടിക്കുന്ന ഇവന്മാരെ നമ്മൾ എന്തിനു സപ്പോർട്ട് ചെയ്യണം? ഇതിപ്പോ കണ്ടോ ഒരു വീഡിയോ. കോഴിക്കോട് മൊത്തം ബ്ലോക്ക് ആക്കി അരയെടുത്ത് പാലത്തിലുള്ളത് ഇവിടുത്തെ അവസ്ഥയാണത്. തനിക്ക് ശേഷം പ്രളയം എന്നുള്ള രീതിയിലാണ് ബസ്സുകാരിൽ പലരും വണ്ടി ഓടിക്കുന്നത്. സിഗ്നലിൽ നമ്മൾ വളരെ മര്യാദയോടെ ഇങ്ങനെ ക്യൂ ആയിട്ട് കാത്തു നിൽക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു ബസ് ഇങ്ങനെ ഇടയ്ക്കൂടെ കയറി അങ്ങ് പോകും. അവിടെ ചെന്നിട്ട് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയായിട്ട് അവിടെ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പം ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർക്ക് വലിയ തലവേദനയാണ് ഈ ബസ്സുകാരെ കൊണ്ട്. പിന്നെ ആ കാറുകളൊക്കെ ഒതുങ്ങി ഇവന്മാരൊന്ന് കയറ്റി വിടണം, എന്നാലേ ബാക്കിയുള്ള ആളുകൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡും ബ്ലോക്കാക്കി കളയും. ഇവർക്ക് ശരിയാണ് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നുള്ള സമയം വൈകും. അതിനൊക്കെ ഒരു സമാന്തര സിസ്റ്റം ഉണ്ടാക്കണം. ഈ ബസ്സിൽ പോകുന്ന ആൾക്കാർക്കും കാറിൽ പോകുന്ന ആളുകൾക്കും ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട്. ഞാനൊക്കെ പലപ്പോഴും കാർ തിരഞ്ഞെടുക്കുന്നത് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. വേറെ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വല്ല ട്രെയിനിനോ ബസ്സിനോ ഒക്കെ ഞാനും പോകത്തുള്ളൂ. തിരക്കുള്ളതുകൊണ്ട് നമ്മൾ കാറിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു തിരക്കുമില്ല, ഞങ്ങൾ ബസ്സിൽ പോകുന്ന ആളുകൾക്ക് രണ്ടറ്റം മുട്ടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് തിരക്ക് പിടിച്ച് പോകുന്നവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. പിന്നെ പല ആൾക്കാരും ഇവരോട് പ്രശ്നം ഉണ്ടാക്കാത്തത് അതിലിരിക്കുന്ന യാത്രക്കാർക്ക് യാത്രാക്ലേശം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പലപ്പോഴും തടഞ്ഞിടാൻ തോന്നും നമുക്ക് ചില ബസ്സൊക്കെ, പക്ഷേ അത് കറക്റ്റല്ല. അതുകൊണ്ട് ആരും ചെയ്യത്തില്ല. ഇവന്മാർ വന്ന് ഒരച്ചിട്ട് പോവോ എന്നുള്ള പേടിയിൽ പല ആളുകളും പേടിച്ചൊതുങ്ങും. പിന്നെ KSRTCക്കാരെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര ഓവർ സ്പീഡാണ്, റോങ് സൈഡിലൊക്കെ ഓവർടേക്ക് ചെയ്യും എന്ന് പറഞ്ഞാലും KSRTCക്കാരെ കൊണ്ട് എനിക്ക് അത്ര വലിയ ശല്യം തോന്നിയിട്ടില്ല. കാരണം അവർ ഏതിലെങ്കിലൊക്കെ കയറിപ്പോയിക്കോളും. മറ്റന്മാരുടെ പരിപാടി എന്താണ്? ഈ പച്ച നീല ടീമിൻ്റെ പരിപാടി എങ്ങനെയാണ്? നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമായിരിക്കും, അപ്പോൾ ഇവന്മാർ പുറകെ പാഞ്ഞ് ഒന്ന് ഓണടിച്ച് വെറുപ്പിച്ച് നമ്മളെ ഒരച്ച് ഫ്രണ്ട് കയറ്റി ചവിട്ടി നിർത്തി ആളെ എടുക്കും. നമ്മൾ ഇവന്മാരുടെ പുറകിൽ നായകളെ പോലെ വെയിറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പരിപാടി. പിന്നെ ഇവന്മാർ ഓവർടേക്ക് ചെയ്ത് കയറ്റി വയ്ക്കും. ഇപ്പോൾ ചെറിയ വീതി കുറഞ്ഞ വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ പുറകെ പോക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങളുണ്ട്. എല്ലാ ആൾക്കാർക്കും ജീവിക്കണം, എല്ലാ ആൾക്കാർക്കും തൊഴിൽ ചെയ്യണം, എല്ലാ ആളുകൾക്ക് സമയത്ത് എത്തണം. എല്ലാ ആളുകളും ഒരേ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വൈകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. ചിലവന്മാർ മാത്രം നേരത്തെ എത്തുന്നു, ബാക്കിയുള്ളവന്മാരൊക്കെ വഴി കിടന്നോണം, നിങ്ങൾക്ക് കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ശുദ്ധ തോന്നിയാസാണ്. ഓട്ടോ, ബസ് ഇതൊക്കെ സർവീസ് സെക്ടറാണ്. നമ്മൾ പൈസ കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള സേവനം നമുക്ക് തരണം, ഔദാര്യമല്ല. അതേപോലെ ഈ ഒരു സേവനം ചെയ്യുന്നത് കൊണ്ട് നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കുത്തിനോടിക്കാനായിട്ടുള്ള അധികാരം ഇവർക്ക് കൊടുത്തിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി.